നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഒസ്മാൻ ഡംബലയ്ക്ക് സമ്മാനിച്ചു. 28-കാരനായിട്ടുള്ള സൂപ്പർ താരം ഇത്തവണ ബാലൻഡ്യൂർ നേടിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഖത്തറിൽ നടന്ന പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഫിഫ ബെസ്റ്റും സമ്മാനിച്ചിരിക്കുന്നു. മികച്ച പ്രകടനമാണ് പോയ സീസണിൽ അദ്ദേഹം നടത്തിയിരുന്നത് എന്ന കാര്യം ഓർക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗ് 2024-25 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG കിരീടം ചൂടിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു. ലീഗ് 1 2024-25 കിരീടം ചൂടി. അതുപോലെ കോപ്പ ഡി ഫ്രാൻസിൽ 2024-25 സീസണിൽ മുത്തമിട്ടു. ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചു. ആ ഫൈനലിൽ റണ്ണേഴ്സപ്പായി. 3rd പ്ലേസാണ് യുവേഫ നേഷൻസ് ലീഗിൽ അദ്ദേഹത്തിന് ഫ്രാൻസിനോടൊപ്പം നേടാൻ കഴിഞ്ഞത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി സീസണായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസണിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ലീഗ് 1 പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. UNFP ലീഗ് 1 ടീം ഓഫ് ദി ഇയറിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. അതുപോലെ 2024-25 ലീഗ് 1 ജോയിൻറ്റ് ടോപ്പ് സ്കോററായിരുന്നു. സോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഇപ്പോൾ മറ്റ് വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കടന്നുപോയപ്പോൾ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഒസ്മാൻ ഡംബലയാണ്. ഒസ്മാൻ ഡംബലയ്ക്ക് ഫിഫ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.